ഹലോ ഹായ് നമസ്കാരം. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആ ഒരു അവതരണ ശൈലി കൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന രണ്ട് അവതാരകരുണ്ട്. അതിൽ ഒരാൾ കണ്ണാടിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള DN ഗോപകുമാർ സാറാണ്. അടുത്ത ആൾ ഇപ്പോഴും ടെലിവിഷനിലെ നിറസാന്നിധ്യമാണ്. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞൊരു വലിയ തീപ്പൊരി പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ശ്രീകണ്ഠൻ നായരാണ് അടുത്ത്. അദ്ദേഹത്തിനെ ഞാൻ ആദ്യം നോട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ മലയാളികളെല്ലാം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നൊരു പ്രോഗ്രാം നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ പ്രോഗ്രാമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പുതിയൊരു വേർഷനുമായിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. തമ്മിൽ എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിലാണ് ഈ പരിപാടി വരുന്നത്. അതിലാദ്യം അവരെടുത്ത ഡിസ്കഷൻ ടോപ്പിക് മെൻസ് കമ്മീഷൻ ആവശ്യമാണോ എന്നുള്ളതിലൊക്കെയാണ്. ചർച്ച തുടങ്ങിയത് അങ്ങനെയൊക്കെയായിരുന്നു, പക്ഷേ പിന്നീട് വേറെ പല വഴിക്കും പോയി. നമുക്കും നമ്മുടെ വീഡിയോസിൻ്റെ താഴെ പ്രധാനമായിട്ട് വരുന്നൊരു കമൻറ്റാണ് മെൻസ് കമ്മീഷൻ ആവശ്യമാണോ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വീഡിയോ മുഴുവൻ ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പോയിൻറ്റ്സിൽ ഏതൊക്കെ വിഷയങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കേൾക്കണമെങ്കിൽ അങ്ങനെ കേൾക്കാം. പക്ഷേ ഈ ഒരു ഡിസ്കഷൻ ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യമുള്ള 2 എപ്പിസോഡുകളിലായിട്ട് അവർ എയർ ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഡിസ്കഷനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിൽ ചൂണ്ടിക്കാണിക്കേണ്ട അനവധി പ്രശ്നങ്ങളുണ്ട്. ഇതോടുകൂടി എല്ലാ ചർച്ചകളും നന്നാവും എന്ന പ്രതീക്ഷയിലൊന്നുമല്ല. പക്ഷേ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ആരെങ്കിലുമൊക്കെ ഇത് തുറന്നു പറയണ്ടേ? ആരും തുറന്നു പറയുന്നതായിട്ട് കാണുന്നില്ല. സോ നമ്മളത് പറയണമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ TV വരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് സത്യത്തിൽ അത് ചർച്ച ചെയ്യുകയോ ഒരു കൺക്ലൂഷനിലേക്ക് വരികയോ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും അറിയിക്കുകയോ എന്ന് പറയുന്ന യാതൊരു ഉദ്ദേശവും അതിനില്ല. ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. രാത്രി ഒരു 9 മണിയാകുമ്പോൾ കംപ്ലീറ്റ് ബഹളം ഉണ്ടാവണം. 9 മണിക്കുണ്ടാവുന്ന ബഹളത്തിനേക്കാൾ കൂടുതൽ ബഹളം എൻ്റെ ന്യൂസ് ചർച്ചയിലാണ് ഉണ്ടാകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ന്യൂസ് ആങ്കേഴ്സ്, അവിടെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ, അവർ പറയുന്ന വിടുവായിത്തരങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ടെലിവിഷൻ എന്ന് പറയുന്നത് മുഴുവൻ ബഹളമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ചർച്ചയിലേക്ക് വരാം. ഈ ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു പാനൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാനലിസ്റ്റുകൾക്കൊക്കെ വേണ്ട മിനിമം ചില ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്ത് ചർച്ചയാണോ നടക്കുന്നത് ആ ചർച്ചയെക്കുറിച്ചൊരു ബേസിക് ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് എന്താണോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ കുറിച്ച് ആഴത്തിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അതുപോലെ ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പാകത്തിന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസോ അവർക്ക് ഉണ്ടാവണം. ഒരാളെ വിളിക്കുന്ന സമയത്ത് ചാനലുകാരും ആലോചിക്കേണ്ടതാണ്, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കത്തക്ക എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്കുണ്ടോ. കുറേ സോഷ്യൽ മീഡിയയിലെ പോപ്പുലാരിറ്റി മാത്രം നോക്കിയിട്ടാണ് ഇപ്പോൾ പല ആളുകളെയും ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഈ ഒരു ചർച്ച മാത്രം നമ്മൾ എടുത്ത് നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ ബഹളം വെക്കുന്ന കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന അതേ ബഹളം ഇവിടെയും വന്ന് കാണിച്ചിട്ട് പോയി. 24 ന്യൂസുകാർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ശ്രീലക്ഷ്മി അറക്കൽ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിന് താഴെ കുറേ ആൾക്കാർ അവരെ ചീത്ത വിളിക്കാൻ വരും, അവരെ സപ്പോർട്ട് ചെയ്യാൻ വരും. അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കലും സംസാരിക്കും. അങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് അവർക്കൊരു റവന്യൂ കിട്ടുന്നു. എന്തിനാണ് അവർക്ക് റവന്യൂ കിട്ടുന്നത്? ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വന്നിരുത്തി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തിയാൽ ആ കിട്ടുന്ന റവന്യൂ കൂടി നമുക്ക് കിട്ടാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ചർച്ച നടന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതുപോലൊരു സെൻസിറ്റീവായ വിഷയത്തെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടേണ്ടിയിരുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുകയും സമയം അനുവദിക്കുകയും ചെയ്യേണ്ടിയിരുന്നത് ഇതിനെക്കുറിച്ച് നിയമപരിജ്ഞാനമുള്ള ആളുകൾ, ലോയേഴ്സ്. അതുപോലെ ഇതൊരു സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്, ആളുകളുടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ സൈബർ ക്രൈമുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളുകൾ. ഇത്തരം ആളുകളൊക്കെയും ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് കിട്ടിയ സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസായി അതിനെ എടുക്കുക, തൻ്റെ ഉള്ളിൽ കിടക്കുന്ന പുരുഷ വിരോധമോ സ്ത്രീ വിരോധമോ ഒക്കെ എടുത്ത് അലക്കി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് മാത്രമാക്കി അതിനെ ചുരുക്കി കളഞ്ഞു. മാത്രമല്ല ഇങ്ങനത്തെ ചർച്ചകളിൽ വരുമ്പോൾ ഈ ആശയവിനിമയത്തിൻ്റെ അതിനുള്ളൊരു കഴിവ് വളരെ വളരെ പ്രധാനമാണ്. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയുക എന്നുള്ളത് മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് വരുന്നത് എന്ന് റെസ്പെക്റ്റ്ഫുള്ളി കേൾക്കാനും കൂടി നമുക്ക് പറ്റണം, കേട്ടിട്ട് മറുപടി കൊടുക്കാൻ പറ്റണം. ഈ ഒരു ചർച്ച മുഴുവൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ആക്ടിവിസ്റ്റ് എന്ന് പേരെടുത്തിട്ടുള്ള ആളുകളുമൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളിൽ കീവേഡിൽ കയറി പിടിക്കുക എന്നുള്ളതാണ്. ഒരാളെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. അവർ സംസാരിക്കുന്നതിനകത്ത് കയറി സംസാരിക്കുന്നു. ഒരു ഫുൾ വിഷയം സംസാരിച്ച് കഴിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു ഫുൾ സെൻറ്റൻസിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള പല വിഷയങ്ങളുള്ളപ്പോഴും ഇവർ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കീവേഡിനെ മാത്രം എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ ചർച്ചയിൽ ഉടനീളം കണ്ടത്. അങ്ങനെ ആകെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതേ ബഹളത്തിനെ 2 മണിക്കൂർ നീളുന്ന ഒരു ചാനൽ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ഈ എൻറ്റയർ പ്രോഗ്രാമിൽ സംഭവിച്ചത്. ഇമോഷണൽ ആവാതിരിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ എൻറ്റയർ പ്രോഗ്രാമിൽ അവർ ചെയ്തു വെച്ചൊരു കാര്യം, ഏറ്റവും ആദ്യം തന്നെ ദീപകിൻ്റെ അച്ഛനെയും
അച്ഛനെയും അമ്മയും അവിടെ കൊണ്ടുവരികയും അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തു. ഈ മരണം നടന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകളൊക്കെ വളരെ ഇമോഷണൽ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇവരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുമ്പോൾ ഇവിടെ രണ്ട് വാദങ്ങളുള്ള ആളുകളാണ് സംസാരിക്കാനിരിക്കുന്നത്. ഇതിൽ ഒരു വിഭാഗത്തിനെ പ്രതിരോധത്തിലേക്ക്, അതായത് കൂടുതൽ പ്രതിരോധത്തിലേക്ക് ആക്കുകയും മറ്റേ വിഭാഗത്തിലുള്ള ആളുകളെ കൂടുതൽ ഇമോഷണൽ ആക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് അവർ തുടക്കത്തിലേ ചെയ്യുന്നത്. നമ്മൾ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കും. ഈ ചർച്ചയിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്ന അതാണ്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, അത് എന്നെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ദേഷ്യം വന്നു, വിഷമം വന്നു, ഈ ഉള്ളിലുള്ള ട്രോമയടക്കം പല ആളുകളും എടുത്ത് പുറത്തിടുന്നത് ഈ ചർച്ചയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത്തരമൊരു ചർച്ചയിൽ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവതാരകനായി നിന്ന മോഡറേറ്ററായി നിന്ന ശ്രീകണ്ഠൻ നായരുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരുന്ന ഒരു കാര്യം, പേഴ്സണൽ അറ്റാക്കുകൾ സംഭവിക്കുന്നില്ല, സ്ലട്ട് ഷെയ്മിങ് ഉണ്ടാവുന്നില്ല, ഹെയ്റ്റ് സ്പീച്ച് സംഭവിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഉറപ്പാക്കണമായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ ആ ഇമോഷനെ ഒരു സൈഡിൽ കൂടി ആളി കത്തിച്ചുകൊണ്ടിരുന്നു. അതായത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഏതോ ഒരു പോയിന്റിലേക്ക് ഇത് എത്തുന്നു എന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം ഇട്ട് കൊടുത്ത് വീണ്ടും അതിനെ ഒരു ആ ഹെയ്റ്റിനെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ചെയ്തത്. ഇപ്പോൾ 2 മണിക്കൂർ അവർക്ക് പുറത്ത് വിടാനുള്ളൊരു വിഷയം വേണം. അപ്പോൾ ഇതിൻ്റെ ഇമോഷൻ മുഴുവൻ നിന്ന് കഴിഞ്ഞാലാണ് ആൾക്കാർ ഇത് മുഴുവൻ കാണുക. അങ്ങനെയാണ് നമുക്ക് TRP വർദ്ധിപ്പിക്കാൻ പറ്റുക. സോഷ്യൽ മീഡിയയിൽ വന്നാലും ഇപ്പോൾ ശ്രീകണ്ഠൻ നായരൊക്കെ ഏത് ചർച്ചയിൽ പങ്കെടുത്താലും ഈ ഒരു ചർച്ചയിൽ അടക്കം പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് ആളുകൾ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇദ്ദേഹവും ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചാനലുകളുടെ ഭാഗമായി വളരെ മോശമായിട്ടുള്ള ഡബിൾ മീനിങ് തമാശകളടക്കം സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും അവർ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ TRP കിട്ടുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാക്സിമം വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടപ്പിലാക്കാം. പക്ഷേ അവിടെ വന്നിരിക്കുന്ന ചില ആളുകളെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള ദേഷ്യമാണ് അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തികളോടുള്ള വിദ്വേഷമാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഹെയ്റ്റ് സ്പീച്ചും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളത് കൃത്യമായി മോഡറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതിന് കൺക്ലൂഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, ഓരോ വ്യക്തികളുടെയും ഉള്ളിലുള്ള ഹെയ്റ്റ് ഡബിളോ ട്രിപ്പിളോ ആവുകയാണ്. ഇവരൊക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയയിലെ പല പരിപാടികളും കണ്ട് ഹെയ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഉള്ളിലെ ഹെയ്റ്റ് വീണ്ടും വർദ്ധിക്കുകയാണ്. അങ്ങനെ വെറുപ്പിനെ മാത്രം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് ഈ എൻറ്റയർ പ്രോഗ്രാം മുന്നോട്ട് പോയത്. ഈ ചർച്ചയിൽ ഉടനീളം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയില്ല, ഞാൻ നിങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ വിദഗ്ധരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോഴാണ്. അല്ലാത്ത പക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കലുകളില്ല, വിട്ടുകൊടുക്കലോ അല്ലെങ്കിൽ അറിവില്ലാത്തൊരു കാര്യം ഞാൻ കേൾക്കുകയാണ്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുകയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ലിസണിങ് മോഡ് ആരും തന്നെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന TRPയും സോഷ്യൽ മീഡിയയിലെ വ്യൂസും ലൈക്സും പരിപാടിയും ഒക്കെ, ഇതൊക്കെ വേണം ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ, അവിടെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ, അതുവഴി ഒരുപാട് കുടുംബങ്ങൾ നിലനിന്ന് പോരാൻ, നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് സംഭാവന ചെയ്യാൻ തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന TRP ഒക്കെ ഉണ്ടാക്കണം. പക്ഷേ ഈ ചാനൽ ചർച്ചകൾ മുഴുവൻ, അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളും പരിപാടികളും മുഴുവനായിട്ട് ഒരു ബഹളമായി മാറിപ്പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആക്സിഡൻ്റലി സംഭവിക്കുന്നതല്ല. ഒരു ചർച്ച തുടങ്ങി വിഷയം വളരെ തീവ്രമായതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതല്ല. ഇത് സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന ആളുകളെ നോക്കൂ, ഓരോ ചാനൽ ചർച്ചകളിലും വന്ന് സ്ഥിരമായി ബഹളം ഉണ്ടാക്കുന്ന, അപ്പുറത്തിരിക്കുന്ന ആളെ കേൾക്കാൻ തയ്യാറാവാത്ത, അവനവൻ്റെ വാദം അത് ശരിയായാലും തെറ്റായാലും അതിൽ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തന്നെയാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കാരണം ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്, നിങ്ങൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യോജിക്കുകയാണ്, ഞാൻ എൻ്റെ വാദം ഇതായിരുന്നു, പക്ഷേ ഈ ചർച്ച അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടായാലുണ്ടല്ലോ, ആ ഷോ കാണാനൊരു സുഖം ഉണ്ടാവില്ല. അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഒരാൾ കൃത്യമായി ന്യായം പറയുകയും ന്യായത്തിനോട് ചേർന്ന് മറ്റേ ആൾ അതിനോടൊപ്പം നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സുഖം പോയി. എന്നാൽ അതേസമയം അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയും വിയോജിപ്പുകൾ മാത്രം ഉണ്ടാവുകയും വെറുപ്പ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ പറ്റിയാൽ പച്ചത്തെറിയിലേക്കോ കയ്യാങ്കളിയിലേക്കോ പരിപാടി നീണ്ടാൽ ശുഭം. ഈ ഒരു എൻറ്റയർ ചർച്ച വളരെ തീപ്പൊരി ലെവലിലേക്ക് പോകുമ്പോൾ, തീപ്പൊരി എന്ന് പറഞ്ഞാൽ നല്ല എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ചീത്തവിളിയും ബഹളമൊക്കെ ആയി മാറുന്ന സമയത്ത് ശ്രീകണ്ഠൻ നായർ ഏട്ടൻ്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കണം. എന്തൊരു സന്തോഷമാണ്, എന്തൊരു പ്രസാദമാണ്. എന്നാൽ വ്യക്തികളിൽ നിന്ന് മാറി ചർച്ചകളിലേക്ക് വരിക എന്ന് പറയുന്നൊരു കാര്യത്തിന് അദ്ദേഹം ഇനിഷ്യേറ്റ്
ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞാൻ കണ്ടില്ല. വൈറലാവാൻ വേണ്ടി ആളുകളൊക്കെ എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് എന്ന് വേദനിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാർ ചെയ്യുന്നത് ഇതേ സോഷ്യൽ മീഡിയയ്ക്ക് വൈറലാക്കാനുള്ള ട്രോളുകൾ, മീമുകൾ, പിന്നെ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതുണ്ടാക്കുക എന്നുള്ളതാണ്. വൈറലാക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വളരെ അഗ്രസീവായിട്ടുള്ള ചർച്ചകൾക്ക് മാത്രം വരുന്ന ആളുകളെ കൊണ്ടുവരികയും അഗ്രസീവായിട്ടുള്ള ടോപ്പിക് എടുത്തിടുകയും അതിനെ കൂടുതൽ ഇമോഷണൽ ആക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 2 ദിവസമായി ഓരോ മണിക്കൂർ വെച്ച് അവരുണ്ടാക്കിയെടുത്ത ഈ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത്? ആർക്കും വായി തോന്നിയത് എന്തും വിളിച്ചു പറയാവുന്ന, ഇതാണ് ഫാക്റ്റ്, ഇതാണ് സത്യം എന്ന് വിളിച്ചു പറയാവുന്ന ഒരു സ്പേസായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനുള്ള ഒരു സ്പേസായി അത് മാറി. അവിടെ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഫാക്റ്റാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുറേ കാര്യങ്ങൾ വളരെ വലിയ അബദ്ധങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. വലിയ എന്തോ ഫാക്റ്റ് ഞാൻ അവിടെ പോയി കണ്ടെത്തി, ഇവിടുന്ന് കണ്ടെത്തിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച പലതും തെറ്റാണ്. ഇതിലാരും അക്കൗണ്ടബിലിറ്റി എടുക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ ഒരു ചർച്ചയുടെ ഭാഗമായി ഇതാണ് ഫാക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നു, അവിടെ ലൈവായി അത് ചെക്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ അത് ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കരുത്. പ്രത്യേകിച്ച് ഇത്രയും ഇമോഷണലായ ആളുകൾ ചിന്തിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചയുണ്ടാകുമ്പോൾ അവർക്ക് ലൈവായി അത് ചെക്ക് ചെയ്യാൻ പറ്റണം. എന്ത് റോങ് ഇൻഫർമേഷൻ വേണമെങ്കിലും പറയാം, ഒരു കറക്ഷനും ഇല്ല. ഇനി തെറ്റ് പറ്റിപ്പോയാൽ അല്ലെങ്കിൽ മറ്റേയാളെ വേദനിപ്പിച്ച് പോയാൽ അപ്പോളജൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി ഇവിടെ ഇല്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് സമാധാനമായിട്ടുള്ളൊരു ചർച്ച കണ്ടാൽ നമ്മൾ ചാനൽ മാറ്റും. സമാധാനമായിട്ട് 2 പേരിരുന്നൊരു വർത്തമാനം പറയുകയാണെങ്കിൽ നമ്മൾ ചാനൽ മാറ്റും. എന്നാൽ അതേസമയം ഭയങ്കര ബഹളവും ചീത്തവിളിയാണെങ്കിൽ നമ്മളതിരുന്ന് കാണും. അങ്ങനെ ചാനലുകൾ നമ്മുടെ തോട്ട് പ്രോസസ്സിന് ഒന്നും ഇട്ട് തരാതെ വേറൊരു പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കി കാണുകയും നമ്മളത് കുത്തിയിരുന്ന് കാണുന്നത് വഴി അവർക്ക് റവന്യൂ കിട്ടുകയും അവരെ നമ്മൾ റിവാർഡ് ചെയ്യുകയും ചെയ്തു. ആക്ച്വലി ഈ പ്രോഗ്രാം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നും എടുക്കാനില്ല, ഇൻഫർമേഷൻ ഇല്ല, ക്ലാരിറ്റി ഇല്ല. വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഹെയ്റ്റ് ഇമോഷൻസും മാത്രമാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ച എന്ന് പ്രഥമ ദൃഷ്ടിയ പറയാൻ തോന്നുന്നൊരു കാര്യം, ദീപകിൻ്റെ അച്ഛനെയും അമ്മയെയും ഇതുപോലെ യാതൊരു കൺട്രോളും ഇല്ലാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഉള്ളിലുള്ള വൈരാഗ്യങ്ങൾ വരെ വിളിച്ചു പറയുന്ന ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദീപക് മരിച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ. അവർ 2 പേരും അവരുടെ മകൻ നഷ്ടപ്പെട്ട ഒരു ട്രോമയിലാണ്. അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ ഒരുപാട് ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന, അതിൽ നിന്നൊന്ന് പുറത്ത് കടന്നതിന് ശേഷമാണ് അവർക്ക് ശരിക്കൊന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ഒരു ദുഃഖത്തിൻ്റെ നാളുകൾ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. എനിക്കൊരു വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് വന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തോ രസത്തിന് പറയുന്നതായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്ന് വരാം. ഞാനതിനെ എടുക്കേണ്ട രീതിയിലായിരിക്കില്ല, അതായത് ഞാൻ എൻ്റെ സ്വബോധത്തിൽ എടുക്കേണ്ട രീതിയിലായിരിക്കില്ല അതിനെ എടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളുകളെ ഇതുപോലൊരു ചർച്ചയിലേക്ക് വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് അത് അവരുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത കാര്യമാണെന്നാണ് ആദ്യം തോന്നിയത്. പിന്നെ ഇതിനകത്ത് അവർക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറയാവുന്നൊരു കാര്യം, അവരുടെ മകനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവനെക്കുറിച്ച് തെറ്റായി ഒന്നും പറയുന്നില്ല, മോശമായ ഒരു കാര്യവും ഇവിടെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവരുടെ പ്രാതിനിധ്യം കൊണ്ടുവന്നു എന്ന് പറയാം. പക്ഷേ ഈ സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണോ സംസാരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല അവർ കാണുന്നത് മുഴുവൻ ഈ എക്സ്ട്രീം ഇമോഷൻസാണ്. ദീപകിൻ്റെ മരണകാരണമായി അവർ കാണുന്നൊരു പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നു. അപ്പോൾ അവരെ മുഴുവൻ ശത്രുക്കളായി കാണുകയും അവർ പറയുന്നത് മുഴുവൻ തങ്ങൾക്കെതിരെ വരുന്ന ആക്രമണങ്ങളാണ് എന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്യപ്പെടും. ഈ ചർച്ചയുടെ ഒരു വാല്യൂ തന്നെ ഇല്ലാതായി പോകുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ അവിടെ അച്ഛനും അമ്മയും അവർ ത്രൂ ഔട്ട് ദ ഡിസ്കഷൻ അവിടെയുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേൾപ്പിച്ചു, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് പറയുന്നതെന്ന് മാറ്റിയിട്ട് ഇവർ ത്രൂ ഔട്ട് ദ ഡിസ്കഷൻ ഇരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾക്ക് ആ ഡിസ്കഷനിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളപ്പോൾ പോലും ഞാൻ ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ല, അവരിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് തോന്നുകയോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് അവർക്കൊരു തോന്നലുണ്ടാക്കി കൊടുത്താൽ അവർക്ക് സന്തോഷമാവുമല്ലോ, സമാധാനമാവുമല്ലോ എന്ന് കരുതിയിട്ട് പല ആളുകളും അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും മറിച്ചും പറഞ്ഞേക്കാം. ഇതാ എൻറ്റയർ ഡിസ്കഷനെ ബാധിക്കും. ചില ആളുകൾക്ക് സ്ട്രോങ് ആയി ഒന്നും പറയാൻ പറ്റില്ല, കാരണം ആ അച്ഛനും അമ്മയും അവിടെ നിൽക്കുകയാണ്. അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അവരുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരു അനുശോചന സമ്മേളനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക, അവർ വരുന്നു, അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയുന്നു, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ ഇതൊരു ഡിസ്കഷനാണ്, ഒരു സോഷ്യൽ ഇഷ്യൂ ഇവിടെ ഉണ്ടായി, ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ റാഷണലായി ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് വരേണ്ടുന്ന
ഒരു മാനസികാവസ്ഥയിലല്ല അവരുള്ളത്. തീർച്ചയായും അൺഎത്തിക്കലായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഒരു മനുഷ്യത്വരഹിതമായ രീതിയായിരുന്നു അത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ആ പരിപാടി വളരെ മോശം രീതിയിൽ ഒരു ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോയ, എങ്ങും എത്തിക്കാതെ പോയ ഒരു ചർച്ച എന്നാണ് ഫീൽ ചെയ്തത്. അതിനകത്തെ ഒരു ക്രക്സ് എന്താണ് എന്നുള്ളത് പറയാനാണെങ്കിൽ അവിടെ എക്സ്പേർട്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ പറയുന്ന 5-10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയായിരുന്നു ഈ കേസിനുള്ള ഒരു കൺക്ലൂഷൻ എന്താണ് എന്ന് പറയാൻ. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. പുരുഷ കമ്മീഷൻ ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കിവിടെ നിലനിൽക്കുന്ന കമ്മീഷനുകളെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് തുടങ്ങാം. മനുഷ്യാവകാശ കമ്മീഷന് സ്ത്രീ പുരുഷ ട്രാൻസ് ലിംഗഭേദമൊന്നുമില്ല. ഇവിടുത്തെ മനുഷ്യരുടെ ബേസിക് റൈറ്റ്സിനെ കുറിച്ച്, അത് ലംഘിക്കപ്പെടുന്ന സമയങ്ങളിൽ പ്രതികരിക്കുക, പരാതികൾ സ്വീകരിക്കുക, അതിനാവശ്യമായ നിയമനിർമ്മാണത്തിന് സർക്കാരിന് സജഷൻസ് കൊടുക്കുക, അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് ഉത്തരവാദിത്വങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷന് നിർവഹിക്കാനുള്ളത്. എല്ലാ മനുഷ്യർക്കും എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് നേരെയുള്ള അനീതികളും നിയമങ്ങളുടെ ദുരുപയോഗം വഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, കസ്റ്റഡി, കുടുംബ വിവാദങ്ങൾ, വ്യാജ കേസുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും മനുഷ്യാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ആ ഒരു നിലപാടിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എന്ന് നമുക്കൊരു മറുവാദം ഉന്നയിക്കാം. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ വനിതാ കമ്മീഷനും മറ്റ് സെല്ലുകളും ഒക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു ുമ്പോൾ പുരുഷന്മാർ നേരിടുന്ന ലിംഗാധിഷ്ഠിതമായ, പുരുഷനായതുകൊണ്ട് നേരിടേണ്ടി വരുന്ന വ്യാജ പരാതികളും അതുവഴി ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളും, പിന്നെ വർദ്ധിച്ചു വരുന്ന പുരുഷൻ്റെ ആത്മഹത്യാ നിരക്കുകളും, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വളരെ വാലിഡ് ആയിട്ടുള്ള കൺസേൺസ് ആണ്. അത് നമ്മുടെ മുന്നിൽ, നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഓരോ ലിംഗത്തിലും പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പുരുഷന്മാരാണ് സമൂഹത്തിലെ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ജെൻഡർ എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴും പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഇതിനൊക്കെ പരിഗണിക്കുമ്പോൾ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സംവിധാനം വേണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉയർന്നു വരും. പക്ഷേ അതിനുള്ള സൊല്യൂഷൻ ഒരു പുരുഷാവകാശ കമ്മീഷനാണോ? ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ജെൻഡർ ന്യൂട്രലായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, നിലവിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ പുരുഷന്മാർ ജെൻഡർ വൈസ് നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ തന്നെ കീഴിൽ വരുന്ന ഒരു മെൻസ് ഇഷ്യൂ സെൽ എന്ന് പറയുന്ന ഒരു സെല്ലായിട്ടോ ഒക്കെ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നതല്ലേ നല്ലത്. അങ്ങനെ നമുക്കൊരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള പരിഹാരത്തിലേക്ക് ലാൻഡ് ചെയ്തൂടെ? അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരിക. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കും ഒരു വുമൺ സെല്ല് മാത്രം പോരെ, എന്തിനാണ് ഇവിടെ ഒരു വനിതാ കമ്മീഷൻ എന്നുള്ള ചോദ്യം? അതിനുള്ള ഉത്തരം നമ്മുടെ സാമൂഹ്യ ഘടനയിലാണുള്ളത്. ഇൻ പ്രിൻസിപ്പിൾ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോഴും സാമൂഹികമായി നമ്മൾ നോക്കുമ്പോഴും സ്ത്രീകൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ലൈംഗിക, ശാരീരിക, മാനസിക സുരക്ഷയെ പരിഗണിക്കുമ്പോൾ ദീർഘകാലം വളരെ സിസ്റ്റമാറ്റിക്കായി പിന്നോക്കം നിർത്തപ്പെട്ടിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഈക്വൽ ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഒരു സ്പെഷ്യൽ ഫോക്കസാണ് ഇവിടെ ആവശ്യം എന്നൊരു ചിന്തയുണ്ടാവുകയും ആ ചിന്തയിൽ നിന്ന് വനിതാ കമ്മീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് വനിതാ കമ്മീഷൻ എങ്ങനെയാണ് ഡിഫറൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വനിതാ കമ്മീഷൻ കുറേ കൂടി സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. സ്ത്രീകൾ നേരിടുന്ന ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ത്രീ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ നിയമത്തിൻ്റെ പോരായ്മകൾ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക. ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പോലും ഭയപ്പെട്ടിരുന്നൊരു സ്ത്രീയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, പരാതി പറയാനും ഭയക്കാതെ ജീവിക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഒരുക്കി കൊടുക്കുക, സാമൂഹികമായിട്ടുള്ളൊരു മാറ്റത്തിന് വേണ്ടി പോളിസി റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ പ്രശ്നങ്ങളിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അങ്ങനെ നോക്കുമ്പോൾ വനിതാ കമ്മീഷൻ നിലനിൽക്കുന്നത് അതൊരു തെറ്റല്ലെന്ന് മാത്രമല്ല വലിയൊരു ആവശ്യം കൂടിയാണ്. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ നമ്മുടെ ചുറ്റും ഇന്ന് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റം ഇതാരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ സ്വത്ത് കൈമാറ്റ നിയമങ്ങൾ, രീതികൾ, നാട്ടുനടപ്പുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഇവിടെ ഡെവലപ്പായി വന്നത്? ആരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ വർക്ക് സ്ട്രക്ചറുകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ പോലീസിംഗ് സ്റ്റൈൽ പോലും ആരുടെ സൗകര്യത്തിനാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്? കുടുംബ നിയമങ്ങൾ, അത് നിയമപരമായി നമ്മൾ പറഞ്ഞാലും കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്ന അലിഖിതമായ നിയമങ്ങളാണെങ്കിലും ഇതൊക്കെ ആരുടെ സൗകര്യത്തിനാണ് ഇവിടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെയും പുരുഷന്മാരാണ് ഡിസൈൻ ചെയ്തത്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട്, അവരുടെ കൂടി സൗകര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട്, അവരുടെ കംഫർട്ടിന്
പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. സ്ത്രീകൾ ഇതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകുമായിരുന്നു. ആ സിസ്റ്റത്തിന് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുമ്പോഴാണ് വനിതാ കമ്മീഷൻ പ്രസക്തമാവുന്നത്. പക്ഷേ വനിതാ കമ്മീഷൻ ആവശ്യമാണെന്ന് പറയുമ്പോൾ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവുന്നില്ല. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ തന്നെ അഡ്രസ്സ് ചെയ്യാം. ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പുരുഷന്മാർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസ് മുഴുവൻ സർക്കുലേറ്റ് ചെയ്യപ്പെടും. പക്ഷേ സ്ത്രീകളുടെ പ്രൈവസി മാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫോട്ടോസ് ഒന്നും സർക്കുലേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നു. ഈ വിഷയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു അടിസ്ഥാന നിയമ തത്വം എന്ന് പറയുന്നത് കുറ്റവാളിയാണ് എന്ന് സംശയമില്ലാതെ തെളിയിക്കപ്പെടുന്നത് വരെ കോടതിയുടെ മുന്നിൽ ഒരാൾ ഇന്നസെൻ്റ് ആണ് എന്ന് വെച്ചാൽ അയാൾ നിരപരാധിയാണെന്ന്. കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ കുറ്റാരോപിതൻ മാത്രമായിട്ടാണ് അയാൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പ്രചരിപ്പിക്കുക, നമ്മുടെ ചാനലുകളെടുത്ത് ഉപയോഗിക്കുന്നത്, തംബ്നെയിൽ അടിക്കുന്നത്, ഇതൊക്കെയും മാധ്യമ വിചാരണയാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഡിഫമേഷനാണ്, കോടതി അലക്ഷ്യമാണ്, പ്രൈവസി വയലേഷനാണ്. അപ്പോൾ പോലീസുകാർ ഈ പ്രതികളുടെയൊക്കെ ചിത്രങ്ങൾ പുറത്തുവിടുന്നതോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ഇപ്പോൾ പ്രതി ഒളിവിൽ പോയി, അപ്പോൾ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ വേണം, ഇയാളെ പിടികൂടിയേ പറ്റുള്ളൂ, വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്നൊരു വ്യക്തിയാണ്, അപ്പോൾ അയാളെ എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ കയ്യിലേക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ പോലും പ്രതിയെ കണ്ടെത്താൻ സഹായിക്കൂ എന്നുള്ളതാണ്. ശിക്ഷിക്കാനുള്ള സഹായമൊന്നും ഒരിക്കലും പോലീസുകാർ ചോദിക്കാത്തതിൻ്റെ കാരണം അതാണ്. അത് നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ നിലനിർത്തി പോരുന്നതിന് വേണ്ടുന്ന ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഇരുന്ന് ഇതുപോലെ മാധ്യമ വിചാരണകൾ നടത്തുന്ന ആളുകളുണ്ട്. ഇവരൊക്കെയും വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അക്യൂസ്ഡ് എന്ന് എന്നൊരു വാക്ക് ഉപയോഗിക്കാനാണ്, കുറ്റാരോപിതൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഈ മേൽപ്പറഞ്ഞ ചർച്ചയിൽ പോലും കോടതി പറഞ്ഞതല്ല, ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ് ശരി എന്ന് വാദിക്കുന്ന ആളെ കണ്ടു. കാരണം മാധ്യമ വിചാരണകളിലൂടെ, സോഷ്യൽ മീഡിയ വിചാരണകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഇന്ന ആളുകളാണ് പ്രതികൾ, അല്ലെങ്കിൽ ഇവർ കുറ്റവാളികളാണ് എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് ഉറച്ചു പോവുകയാണ്. ഇത് ഇവിടെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ്. കാരണം കേസ് കഴിഞ്ഞു, കോടതിയിൽ അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ജീവിതം വീണ്ടും ദുസ്സഹമാവുകയാണ്. ഒരു പെർമനൻറ്റ് ഡാമേജ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കോടതി വിധി വരുന്നതിന് മുമ്പ് ഒരാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ് എന്ന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അതിൻ്റെ കാരണം ഈ പറയുന്ന ഇമോഷൻസ് ഒക്കെ കൂടി കലർത്തിക്കൊണ്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറ്റാരോപിതനായ വ്യക്തിയുടെ പ്രൈവസിയും ഇവിടെ സംരക്ഷിക്കപ്പെടണം എന്ന് ഞാനും കൂടി പറയുന്ന സമയത്ത് ഇതൊക്കെ തന്നെയല്ലേ മെൻസ് അസോസിയേഷൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പുരുഷ കമ്മീഷൻ വേണം, പുരുഷാവകാശ കമ്മീഷൻ വേണം എന്ന് വാദിക്കുന്ന ആളുകൾ ഇടപെട്ടിട്ടുള്ള കേസുകളെ ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു പ്രിൻസിപ്പിൾ ബേസ്ഡ് അല്ല, റിയാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ, അയാൾ ഇടപെട്ടിട്ടുള്ള കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗ കേസുകൾ വന്നപ്പോൾ പുരുഷാവകാശ കമ്മീഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് അയാൾ സംസാരിച്ചു. ബസ്സിലെ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് സവാദ് എന്ന് പറയുന്ന യുവാവിനെതിരെ കേസ് വന്നപ്പോൾ, നടിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയ ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസ് വന്നപ്പോൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ രാഹുൽ ഈശ്വർ വന്ന് പുരുഷ കമ്മീഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗിക്കുന്നതായിട്ട് കേൾക്കുന്നത്. ഇതിലൊക്കെയുള്ള കോമൺ ഫാക്ടർ എന്താണെന്നറിയോ? പ്രതിപക്ഷത്ത് എന്ന് വെച്ചാൽ ഇവർ ഏത് കേസാണ്, ഒരു പുരുഷൻ്റെ കേസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്ത്രീ വരുമ്പോൾ മാത്രമാണ് പുരുഷ കമ്മീഷൻ്റെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് വരുന്നത്. അതായത് ഇവർക്ക് അക്യൂസ് ചെയ്യാൻ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമാണ് പുരുഷ കമ്മീഷൻ്റെ ആവശ്യകത ഉണ്ടാകുന്നത്. എന്നാൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ അബ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ ആക്രമിക്കുന്ന സമയത്ത് അവിടെയൊന്നും പുരുഷ കമ്മീഷൻ്റെ ആവശ്യകത ആരും ഉയർത്തുന്നില്ലെന്നല്ല, അബ്സല്യൂട്ട് സൈലൻസ് ആണ്. അപ്പോൾ അവരുടെ പ്രശ്നം മെൻസ് റൈറ്റ്സ് അല്ല, പുരുഷൻ്റെ അവകാശങ്ങളല്ല, പുരുഷൻ്റെ സംരക്ഷണമല്ല, പുരുഷൻ വേഴ്സസ് സ്ത്രീ, സ്ത്രീകളൊക്കെ പുരുഷനെതിരെ, അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാം എന്ന് പറയുന്ന ഒരു നരേറ്റീവ് സ്പ്രെഡ് ചെയ്യുകയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പുരുഷന്മാർ നേരിടുന്ന വ്യാജ പോക്സോ കേസുകളെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. വ്യാജ പോക്സോ കേസുകളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന പുരുഷന്മാരുമുണ്ട്.
പക്ഷേ ഇവിടെ പീഡിപ്പിക്കുന്നത് ഒരു പുരുഷനും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന കുട്ടി ഒരു ആൺകുട്ടിയുമാണെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഒരു കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കും. അവിടെ ആ ആൺകുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചോ അവൻ്റെ സർവൈവലിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചോ സംസാരിക്കുന്ന പുരുഷ കമ്മീഷൻ ആവശ്യവാദികളെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവിടെ അവർക്ക് പ്രതിസ്ഥാനത്ത് നിർത്താനും കുറ്റം പറയാനും ഒരു സ്ത്രീ ഇല്ല എന്നുള്ളതാണ്. ഈ പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന പെർട്ടിക്കുലർ ചർച്ചയിലിരുന്ന് സംസാരിക്കുന്നവർ പോലും സ്ത്രീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഓരോ വാദങ്ങൾ ഉണ്ടാവുമ്പോഴും അപ്പം നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ എന്ന് ചോദ്യം ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. ശരിക്കും മെൻസ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്ന് നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാലോ. പ്രതിയുടെ ജെൻഡർ നോക്കാതെ പുരുഷൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതായത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ സ്ത്രീയാണോ പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളതൊന്നും നോക്കാതെ പുരുഷൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന നരേറ്റീവാണ് സ്പ്രെഡ് ചെയ്യപ്പെടേണ്ടത്. ആക്രമണം അഴിച്ചുവിടുന്നത് അത് ഏത് ജെൻഡറിലുള്ള ആളാണെങ്കിലും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യം ഇവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റണം. പക്ഷേ ഇവരുടെ നരേറ്റീവിൽ സ്ത്രീകൾ കാരണം പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. രാഹുൽ ഈശ്വറൊക്കെ നാഴിക്ക് 40 വട്ടം പറയുകയാണ് ഇവിടെ പുരുഷ ഷോവനിസ്റ്റുകളുണ്ട്, അതിന് നമുക്ക് എതിര് വേണ്ടത് ഒരു ഫീമെയിൽ ഷോവനിസം അല്ല, നമുക്കിവിടെ ഫെമി നാർസിസം വരുന്നതാണ് പ്രശ്നം എന്നൊക്കെ ഇദ്ദേഹം പറയുന്ന സമയത്ത് സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതല്ല പുരുഷൻ്റെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ പുരുഷൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പുരുഷൻ നേരിടുന്ന സാമൂഹ്യമായിട്ടുള്ള എത്രയധികം വിഷയങ്ങളുണ്ട്. സെയിം സെക്സ് അബ്യൂസ് ഇവിടെ നടക്കുന്നില്ലേ, ചൈൽഡ് അബ്യൂസ് ഇവിടെ നടക്കുന്നില്ലേ, വർക്ക് പ്ലേസിലെ പ്രഷർ താങ്ങാൻ പറ്റാതെ ഇവിടെ എത്ര പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ ഈ പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ബലിയാടുകളായി തീരുന്ന എത്രയധികം പുരുഷന്മാർ ഇവിടെയുണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്ത്, ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് എന്ന് പറയുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ദ റിയൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം സ്ത്രീകളാണ് ഇവിടെ പുരുഷന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന നരേറ്റീവിൽ മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. യഥാർത്ഥ പുരുഷ അവകാശങ്ങളെക്കുറിച്ച് പുരുഷൻ്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വളരെ വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കുകൾ ഇവിടെ നിൽക്കുമ്പോൾ അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ ഇവർ തയ്യാറാവുന്നില്ല. സോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സെലക്റ്റീവ് സിമ്പതിയാണ്. ഇതൊരു ജസ്റ്റിസിന് വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമൊന്നുമല്ല. ഇപ്പോൾ ഇതിവിടെ ചിലവാകും, ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചാൽ റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവരെയൊക്കെ നമുക്ക് കൂട്ടമായി ഒരുമിച്ച് നിർത്താം. അതുവഴി ഉണ്ടാകുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ നിന്ന് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, റിയാക്ഷണറി പൊളിറ്റിക്സ് ആണ് ഇവിടെ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മെൻസ് റൈറ്റ്സ് മൂവ്മെൻ്റ് ഒന്നുമല്ല, ആൻറ്റി വിമൻ റിഫ്ലക്സ് ആണ്. സ്ത്രീകൾക്കെതിരെയുള്ള ചിന്തകളുടെ, സ്ത്രീ സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി അവസരം കാത്തിരിക്കുന്ന പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു റിഫ്ലക്സ് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ദീപക് ഷിംജിത ഇഷ്യൂ തന്നെ എടുത്തു നോക്കിയേ. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരൊറ്റ വിഷയം, അതായത് സ്ത്രീകൾ കാലാകാലങ്ങളായി പൊതു യാത്രാ ഇടങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ സുരക്ഷിതരല്ലാതെ ജീവിക്കേണ്ടുന്ന, ഭയന്ന് ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ പോലും അതിനെയൊക്കെ കളിയാക്കുന്ന, ഇതൊക്കെ ചെറിയ കാര്യമല്ല, ഒരു സേഫ്റ്റി പിൻ കൊണ്ട് ഒതുക്കി തീർക്കാവുന്ന കുഞ്ഞു കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഏറ്റവും ചെറിയ വിഷയമായി അവതരിപ്പിച്ച് പോയിട്ട് ആ വിഷയങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നിട്ട് ഒരു കേസിൽ അതിൻ്റെ നിയമപരമായിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ കോടതിയാണ് പറയേണ്ടത്. ഇതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കേസിൽ ഇവിടെ ഒരു രക്തസാക്ഷിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതുവരെ നടന്ന മുഴുവൻ കേസുകളെയും വെളുപ്പിക്കുകയാണ്. സ്ത്രീകൾ പൊതു യാത്രാ ഇടങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇവിടെ തൃണവൽഗണിച്ചുകൊണ്ട് സ്ത്രീകൾ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതുകൊണ്ട് പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, സ്ത്രീകളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പുരുഷന്മാരെങ്ങനെ ജീവിക്കും എന്ന് പറയുന്ന നരേറ്റീവിലേക്കാണ് ഇവർ ഇത് ഒതുക്കിക്കൊണ്ടുവരുന്നത്. ഇവിടെ എന്താണ് അവർ ചെയ്യേണ്ടിയിരുന്നത്? ദീപകിൻ്റെ വീട്ടിലേക്ക് അവരൊരു ധനസഹായം എത്തിച്ചു എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഒരൊറ്റ ആളുടെ വരുമാനത്തിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം, അയാൾ ഇല്ലാതാവുമ്പോൾ അവർ അനുഭവിക്കാനിടയുള്ള സാമ്പത്തിക അസ്ഥിരതയുണ്ട്. അതിലേക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് സാമൂഹ്യ ജീവികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു കടമയായിട്ട് തന്നെ കാണാവുന്നതാണ്. തീർച്ചയായും അവരത് കൊടുത്തത് നല്ല കാര്യം. ഇനി അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക. ആ സപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം ഇതുപോലെ ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മനോധൈര്യം കൈവിടാതെ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായത്തിനെ നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാം എന്നൊരു ബോധവൽക്കരണം നടത്താനുള്ളൊരു അവസരമായിട്ടാണ് അവരിതിനെ ഉപയോഗിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇനി നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ ചുറ്റും നിൽക്കുന്ന ആണുങ്ങളും ചിലപ്പോൾ സ്ത്രീകളടക്കം ആ പെൺകുട്ടിയെ കുറ്റക്കാരിയായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതൊക്കെ വൈറലാവാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഷോ ഓഫ്
സേഫാണ് എന്നുള്ള നിലയിലേക്ക് അതിനെ കൊച്ചാക്കി വെക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. നാളെ മോശമായി എന്നോട് അപ്രോച്ച് ചെയ്തു എന്നുള്ളത് ഒരാൾക്ക് തുറന്നു പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇമോഷൻസിനെ മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ നരേറ്റീവ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. ബസ്സിൽ വെച്ചൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ സവാദ് അയാൾക്ക് വേണ്ടി വാദിച്ച, അയാളെ മാലയിട്ട് സ്വീകരിച്ച ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് വാദിക്കുന്ന സംഘമാണ് ഇവിടെ ഉള്ളത്. അതിന് നേതൃത്വം വഹിക്കുന്നത് രാഹുൽ ഈശ്വറുമാണ്. ഈ പറയുന്ന സവാദിനെ ന്യായീകരിക്കുകയും അതിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ കേസിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി സവാദ് വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുകയാണ് ചെയ്തത്. അതും കോടതി പ്രൂവ് ചെയ്യട്ടെ. നമ്മൾ അതിന് ശേഷമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ പെൺകുട്ടികൾ ഇതുപോലെ അവരെ അസ്വസ്ഥരാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരുടെ വീഡിയോസ് എടുത്തു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ക്രിമിനൽസിന് പോലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, സ്ത്രീകളോട് എങ്ങനെ വേണമെങ്കിലും മോശമായി ബിഹേവ് ചെയ്യാം, നമുക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരു പുരുഷാവകാശ കമ്മീഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജാണ് ഇവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സവാദിനെ പോലെയുള്ള ഏതൊരാൾക്കും ഉറപ്പുണ്ട്, ഞാൻ ഇനി എത്ര പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ പുരുഷന്മാരുടെ ചേട്ടന്മാരുടെ ഒരു കൂട്ടമുണ്ട്. ആൻഡ് ഈ പുരുഷ കമ്മീഷൻ വേണം എന്ന് വാദിച്ചിരുന്ന ആളുകളുടെ വാട്സപ്പ് ചാറ്റുകളും അവരുടെ വോയിസും ഒക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതിൽ പ്രമുഖരായി നിന്നിരുന്ന പല ആളുകളും സമ്പൂർണ്ണ സ്ത്രീവിരോധമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സ്ത്രീകളോടുള്ള വിരോധവും കൂടി പ്രകടിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഈ സ്ത്രീകൾ കാരണം പുരുഷന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന നരേറ്റീവിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി രാഹുൽ ഈശ്വറൊക്കെ പറയുന്ന ചില കണക്കുകളുണ്ട്. അതിലേറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഈശ്വർ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഡേറ്റും ടൈമും ഒന്നും പുള്ളി പറയില്ല. അല്ലെങ്കിൽ ആ കണക്കിൽ പുള്ളിക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്തിട്ട് ഇതാണ് സത്യം എന്നങ്ങ് പറയുകയാണ് ചെയ്യുക. ഒരു ഹാഫ് ബേക്ഡ് ട്രൂത്ത് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സത്യത്തിൻ്റെ എലമെൻറ്റുകളൊക്കെ കൊഴിഞ്ഞു പോയ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമൊക്കെയാണ് പുള്ളി അവതരിപ്പിക്കുക. BBC-യുടെ ഒരു കണക്ക് പ്രകാരം 52.3% റേപ്പ് കേസുകളും വ്യാജമാണ് എന്ന് പറയുന്ന കണ്ടെത്തലാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത്. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും തൊട്ട് മുമ്പ് എപ്പോഴോ പുറത്തു വന്നിട്ടുള്ള ഏതോ കണക്കാണെന്ന്. അങ്ങനെ BBC-യുടെ ലിങ്കുകളെല്ലാം അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടും അങ്ങനെ ഒരു കണക്ക് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഇന്ത്യ ടുഡേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു വാർത്തയുണ്ട്. 2013-2014 കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള റേപ്പ് കേസുകളിൽ 53.2% കേസുകളിലും പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കോടതി കണ്ടെത്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഇത് 2013-2014 കണക്കാണ്. 2, ഇത് ഡൽഹിയിലെ കണക്കാണ്. 3, ഇവിടെ പ്രതികൾ നിരപരാധികളായി പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ സംശയ ഭേദമന്യേ ഇയാൾ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതുകൊണ്ട് അവരെ കോടതി വെറുതെ വിടുകയാണ്. ഒരു റേപ്പ് കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ IPC 375, ഇപ്പോൾ BNS ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 63 ആണെന്നാണ് ഗൂഗിൾ എന്നോട് പറയുന്നത്. ഒരുപാട് ഘടകങ്ങൾ കൃത്യമായി വന്നാൽ മാത്രമാണ് റേപ്പ് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യമായിട്ട് കോടതി ഇത് പരിഗണിക്കുള്ളൂ. ആൻഡ് സംശയങ്ങളൊന്നുമില്ലാതെ, അതായത് ഇയാൾ തന്നെയാണ് കുറ്റവാളി എന്ന് എല്ലാ തെളിവുകളും ഉപയോഗിച്ച് സമർത്ഥിക്കുമ്പോൾ മാത്രമേ അയാൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് പോലീസുകാർ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് എല്ലാ തെളിവുകളും സംഭരിക്കാൻ സാധിക്കാതിരിക്കുകയോ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യക്തിയിലേക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്താലും, അതായത് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അയാൾക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ സംശയഭേദമന്യേ കോടതിക്ക് ഇയാളാണ് കുറ്റവാളി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണെങ്കിൽ അയാളെ ഈ വകുപ്പിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ റേപ്പ് കേസ് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അതിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കുകളാണ് എല്ലാ കേസുകളും. അതായത് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കേസുകളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് റേപ്പ് കേസുകളൊക്കെ വ്യാജ കേസുകളാണ് എന്ന് പറയുന്ന ഒരു ആരോപണം ഇവർ ഉന്നയിക്കുന്നത്. അൺപ്രൂവൺ ആയിട്ടുള്ള തെളിവുകൾ കൃത്യമായി സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളെയും കൂടി നിങ്ങൾ ഫോൾസ് ആയിട്ടുള്ള കേസാണ് എന്ന് വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കണക്കുകളൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലുള്ള പുരുഷാവകാശവാദികൾ അവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ഇവിടെ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് സ്ത്രീകൾ കാരണം എന്ന് പറയുന്ന ഒരു നരേറ്റീവ് അവർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകൾ കാരണം മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പുകളിലും അതുപോലെ വ്യാജ പരാതികളും അതുണ്ടാക്കുന്ന സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും പുരുഷൻ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി, ഈ പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇവിടെ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ പുരുഷന്മാരും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു വലിയ സ്ട്രെസ് ഉണ്ട്. അതുവഴി ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട്, ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ എന്തുമാത്രം വിഷയങ്ങളുണ്ട്. പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകളിൽ എണ്ണത്തിൽ കൂടുതലാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ആ വിഷയങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പോൾ അവരിവിടെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്ന ഒരേ ഒരു പ്രശ്നം, സ്ത്രീകൾക്കെതിരെ ഒരു നരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. റേപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ എത്ര കേസുകൾ ആദ്യം റിപ്പോർട്ട്
ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. റേപ്പ് ചെയ്യപ്പെടുന്ന എത്ര ആളുകൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ മാരിറ്റൽ റേപ്പ് ഒന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ റേപ്പിൻ്റെ പരിധിയിൽ ചിന്തിക്കുന്ന പോലുമില്ല. ഒരു പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുള്ള മാരിറ്റൽ റേപ്പിനെ കുറിച്ച് സംസാരിച്ച ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻസിൽ മുഴുവൻ ആൾക്കാർ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് റേപ്പ് ആവുക എന്നുള്ളതാണ്. അതെന്താണ് എന്ന് പോലും അറിയാത്ത ഇത്രയും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളോടാണ് നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ, പിന്നെ ഇത്തരം കണക്കുകളൊക്കെ എടുത്ത് മുന്നോട്ട് വെച്ച് ഫേക്കായിട്ടുള്ള ഒരു നരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നത് ജെൻഡർ ഹെയ്റ്റാണ്. ആണുങ്ങൾ പെണ്ണുങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നു, പെണ്ണുങ്ങൾ ആണുങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നു, ട്രാൻസ്ജെൻഡറിനെ ഹെയ്റ്റ് ചെയ്യുന്നു, അവർ തിരിച്ച് ഹെയ്റ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജെൻഡറിനിടയിൽ ഹെയ്റ്റുകൾ മാത്രമാണ് ഉണ്ടാക്കപ്പെടുന്നത്. മെൻസ് കമ്മീഷൻ വരിക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പരിഹാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കിവിടെ നിലവിലൊരു സിസ്റ്റമുണ്ട്, ഒരുപാട് സാധ്യതകൾ ഉള്ള ഓൾറെഡി ഡെവലപ്പായിട്ടുള്ള ഒരു സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. അതിലെങ്ങനെ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് നമുക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും എന്ന് പറയുന്ന ചോദ്യത്തിനോ അതിൻ്റെ ഉത്തരത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴിയിലേക്കോ ഒന്നും ഇവരുടെ ശ്രദ്ധ പതിയുന്നില്ല. വളരെയധികം ജെൻഡർ റോൾസ് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ അവർ തോളിൽ കൊണ്ട് നടക്കേണ്ടി വരുന്ന ഭാരങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുടെ പ്രഷറുണ്ട്. അതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടി നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന ചിന്തകളാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു പുരുഷനെതിരെ ഒരു വീഡിയോ വരികയും അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത്രയും വലിയ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ, പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇത്രയും ചർച്ചകൾ ഉണ്ടാകുമ്പോൾ, കാലങ്ങളായി ഇതേ പ്രഷർ അനുഭവിക്കേണ്ടി വരുന്ന ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും തുറന്നു പറയാൻ പറ്റാതിരിക്കുകയും തുറന്നു പറഞ്ഞാൽ കുറ്റം കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ മനസ്സിലാക്കണം. കാലാകാലങ്ങളായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന അനീതികൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിനോടൊപ്പം തന്നെ പുതിയ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. സോഷ്യൽ മീഡിയയിൽ ആളുകളെ അവരുടെ പ്രൈവസിയെ മാനിക്കാതെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണവും പബ്ലിഷിങ്ങും ഒക്കെ നടക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡറും എല്ലാം ഒരുപോലെ നേരിടുന്നൊരു പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിഹാര മാർഗ്ഗത്തിലേക്ക് പോകുന്നതിന് പകരം നമ്മളിവിടെ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കി അതിന് നമുക്ക് വേറെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഉയരമുള്ളൊരു സ്ഥലത്തേക്ക് പോകാനാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് പണിതിട്ടിട്ടുണ്ട്, സ്റ്റെപ്പ് കയറി നമുക്ക് പോകാം. അങ്ങനെ പോകുന്ന സമയത്താണ് നടന്ന് കയറാൻ പറ്റാത്ത വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് ഞങ്ങൾക്കും ഈ ഉയരമുള്ള സ്ഥലത്തേക്ക് പോകേണ്ടതാണ്, പക്ഷേ സ്റ്റെപ്പ് കയറുക എന്ന് പറയുന്നത് സാങ്കേതികമായി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റാമ്പ് വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ സഞ്ചാര സൗകര്യത്തിന് വേണ്ടി നമ്മളവിടെ റാമ്പ് കൂടി ഒരുക്കുന്നു. ആ സമയത്ത് കാൽനട യാത്രക്കാർ സ്റ്റെപ്പിൽ കയറി പോകുന്ന ആൾക്കാർ പറയാണ് ഈ റാമ്പ് ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എത്രത്തോളം ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കിവിടെ ആവശ്യമുള്ളത് ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. റാമ്പ് വന്നു എന്നുള്ളതുകൊണ്ട് സ്റ്റെപ്പ് കയറുന്ന ആളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നില്ല, മറിച്ച് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാത്ത ആളുകൾക്ക് കൂടി ഉയരമുള്ള സ്ഥലത്തിനെ ആക്സസ് ചെയ്യാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് വനിതാ കമ്മീഷൻ ഉണ്ടാകുമ്പോൾ. ഇനി ഈ സ്റ്റെപ്പ് കയറി പോകുന്ന ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരും പല പ്രശ്നങ്ങളും നേരിട്ടേക്കാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ സ്റ്റെപ്പ് കയറുന്ന ആളുകൾക്കും റാമ്പിലൂടെ കയറി പോകുന്ന ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റിയേക്കും. അല്ലാതെ സ്റ്റെപ്പ് കയറി പോകുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് റാമ്പ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം എന്ന് വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഹെയ്റ്റ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്, പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ ഈ പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് പറയുന്ന ആളുകൾ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രം ഇവിടെ ഉന്നയിക്കുന്ന സമയത്ത് ഇവിടെ ഹെയ്റ്റ് മാത്രമാണ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച് പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ച് സമൂഹത്തിന് ഒന്നാകെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളൊരു നല്ല സൊല്യൂഷൻ കണ്ടെത്തണം. പക്ഷേ അതിന് ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിനെ മാറ്റി നിർത്തി നമുക്ക് ഈ പ്രശ്നത്തിലേക്കൊന്ന് നോക്കാൻ പറ്റണം. വെറുപ്പുള്ളിടത്തോളം നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. വെറുപ്പ് കൊണ്ട് ആർഗ്യുമെൻറ്റ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. തമ്മിൽ പരിപാടിയിൽ കണ്ടില്ലേ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് പറയും, ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാവും. എന്നിട്ട് പരിഹാരമൊന്നുമില്ല മാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഉണ്ടായിരുന്ന ഹെയ്റ്റ് ഡബിളാക്കി മാറ്റിയിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകും. മൊത്തത്തിലുണ്ടായത് കുറേ കൺഫ്യൂഷൻ മാത്രമാണ്. ഇവിടെ മെൻസ് കമ്മീഷന് കുറേ സബ് കമ്മീഷനുകളും ഒക്കെ വന്നാൽ പോലും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും എന്നുള്ളതല്ലാതെ
ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അത്തരം ചർച്ചകളിൽ നിന്ന് മാറി റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പരസ്പര ധാരണയിൽ സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന അത്തരം സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ തമ്മിലൊന്നും പോയിരുന്ന് ഇതുപോലെ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പറയാൻ പറ്റിയെന്ന് വരില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ സുഹൃത്ത് വലയത്തിലാണെങ്കിലും, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട്, സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഹെയ്റ്റ് ഇല്ലാത്ത, വെറുപ്പില്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കാനും പരിഹാരങ്ങളിലേക്ക് എത്താനും നല്ല ചിന്തകളിലേക്ക് പോകാനും സാധിക്കട്ടെ എന്നുള്ള ആശംസ നേരാനേ എനിക്കിപ്പോൾ പറ്റുള്ളൂ. ആ ആശംസ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.